ഇപ്പൊ നടന്ന കന്യാസ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിൽ ബി.ജെ.പി പുറകോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താണ് ഇതിന്റെ പിന്നിൽ? അതായത് കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന ബി.ജെ.പി നേതൃത്വം, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരൻ്റെ ടീമിലുള്ള ഷോൺ ജോർജ്, അനൂപ് ആന്റണി തുടങ്ങിയവർ വളരെ വൈകാരികമായ പ്രതികരണങ്ങൾ നടത്തുകയും ഇത് സംഘപരിവാർ സംഘടനകളെ അവർക്ക് ഒരു വലിയ പ്രതിഷേധം രാജീവ് ചന്ദ്രശേഖരനോടും അതോടൊപ്പം തന്നെ സംസ്ഥാന ബി.ജെ.പി നേതൃത്വത്തോടും ഉണ്ടാവുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ഹിന്ദു ഐക്യവേദി, BMS, RSS നേതൃത്വം ഉൾപ്പെടെ ഈ വിഷയങ്ങളിൽ പരസ്യമായി പ്രതികരണവുമായി രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷ ശശികല ടീച്ചർ, അതോടൊപ്പം RV ബാബു ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തെ പൂർണ്ണമായി തള്ളുന്ന തരത്തിലായിരുന്നു അവരുടെ പ്രതികരണം വന്നത്. കാരണം കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് ശേഷം ഛത്തീസ്ഗഡിലേക്ക് ബി.ജെ.പി 2 പ്രതിനിധികളെ അയക്കുന്നു. അതായത് ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജും നേരിട്ട് ഛത്തീസ്ഗഡ് പോകുന്നു, കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നു. ഇവർക്ക് ജാമ്യം കിട്ടിയതിന് പിന്നാലെ ബി.ജെ.പി ആസ്ഥാനത്തേക്ക് ചില ക്രൈസ്തവ പുരോഹിതർ കേക്കുമായി എത്തുന്നു. തലശ്ശേരി അതിരൂപതയുടെ തലവൻ പാംപ്ലാനി അടക്കം, ബിഷപ്പ് അടക്കമുള്ളവർ ബി.ജെ.പി നേതൃത്വത്തെ പുകഴ്ത്തി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ ബജ്രംഗ് ദളിനെ, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യുവജന സംഘടനയായ ബജ്രംഗ് ദളിനെ തള്ളുന്ന തരത്തിലേക്ക് ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കൾ ഒന്നടങ്കം എത്തിയപ്പോൾ ബജ്രംഗ് ദളിനെ ചേർത്ത് പിടിക്കുകയും ഈ കന്യാസ്ത്രീകൾ പോയത് മതം പരിവർത്തനത്തിന് വേണ്ടി മാത്രമാണെന്നും ഉത്തരേന്ത്യയിലെ പലയിടങ്ങളിലും ക്രൈസ്തവ പുരോഹിതരുടെ നേതൃത്വത്തിൽ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നുണ്ടെന്ന് ഹിന്ദു ഐക്യവേദി നേതാക്കന്മാർ ചാനലിൽ വന്ന് നാഴികക്ക് 40 വട്ടം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. ഇതോടെ സംസ്ഥാനത്തെ ബി.ജെ.പി നേതൃത്വവും സംഘപരിവാർ സംഘടനകളും, അതിൽ പ്രത്യേകിച്ച് RSSഉം ഹിന്ദു ഐക്യവേദിയും എല്ലാം തന്നെ ബി.ജെ.പി നേതൃത്വവുമായി അകലുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന് പിന്നാലെ ഇന്നലെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ RSS കാര്യാലയത്തിൽ നേരിട്ടെത്തി ഇവരുടെ കാല് പിടിക്കുന്ന തരത്തിലേക്ക് പോവുകയും കന്യാസ്ത്രീ വിഷയങ്ങളിൽ ഇനി ഇത്തരത്തിലുള്ള പ്രതികരണത്തിൽ, വൈകാരികമായ പ്രതികരണത്തിന് തങ്ങൾ തയ്യാറാവുകയില്ല എന്ന് ഈ സംഘപരിവാർ സംഘടനകളെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലഭ്യമായ വിവരപ്രകാരം രാജീവ് ചന്ദ്രശേഖരനെ പാർട്ടിക്കകത്ത് ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, അതോടൊപ്പം രാജീവ് ചന്ദ്രശേഖരനോട് അടുത്ത് നിൽക്കുന്നെന്ന് മാധ്യമങ്ങൾ തന്നെ പലപ്പോഴും പറഞ്ഞ MT രമേശ് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ കൃത്യമായി സംസ്ഥാന നേതൃത്വത്തിനെതിരെ നിലപാടെടുക്കുകയും ആ നിലപാടിന് K. സുരേന്ദ്രൻ ഉൾപ്പെടെ എടുത്ത നിലപാടിന് സംഘപരിവാർ സംഘടനകളുടെ കയ്യടി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇത് രാജീവ് ചന്ദ്രശേഖരന് വലിയ തരത്തിലുള്ള ക്ഷീണമായിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ കരുതിയത്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിൽ അത്ര പരിചയമുള്ള വ്യക്തിയൊന്നുമല്ല. ഈ രാജീവ് ചന്ദ്രശേഖരന് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ലേറ്ററൽ എൻട്രിയിലൂടെ കടന്നു വന്ന ഒരാളാണ്. അതായത് സംഘപരിവാർ സംഘടനകളുടെ RSSന്റെ ശാഖയിൽ പോയോ അല്ലെങ്കിൽ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെയോ യുവമോർച്ചയിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയല്ല രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിന് ഒരുപാട് പണമുണ്ട്. ആ പണം കൊണ്ട് കേന്ദ്രമന്ത്രിയും രാജ്യസഭ MP-യുമായ നേതാവാണ്. അദ്ദേഹം ഗ്രൗണ്ടിൽ പരിചയം അദ്ദേഹത്തിനുള്ള, ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചുള്ള പരിചയം അദ്ദേഹത്തിനുള്ള, ഇത് അദ്ദേഹത്തിന് ഒരു നെഗറ്റീവ് തന്നെയാണ്. പക്ഷേ K. സുരേന്ദ്രനും MT രമേശ് എല്ലാം വിദ്യാർത്ഥി പരിഷത്തിലൂടെയും യുവമോർച്ചയിലൂടെയും കടന്നു വന്ന നേതാക്കന്മാരാണ്. അവർക്കെപ്പോഴും സംഘപരിവാർ സംഘടനകളുമായിട്ട് ഒരു കൃത്യമായ ബന്ധങ്ങളുണ്ടായിരുന്നു. ആ സംഘപരിവാർ സംഘടനയുമായുള്ള ബന്ധം അവർ പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ കടന്നു വന്നതിന് ശേഷം ക്രൈസ്തവ പുരോഹിതരുടെ അരമനകളിലേക്ക് കേക്കുമായും ലഡുവുമായും കടന്നു ചെല്ലുകയാണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം വാർത്തെടുത്ത ചില അണികൾ, അനൂപ് ആന്റണി, ഷോൺ ജോർജിനെ പോലെയുള്ള അണികൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുകയാണെന്നും ഒരു പക്ഷത്തെ പൂർണ്ണമായും വെട്ടി നിരത്തുകയാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന മറുപക്ഷത്തിന് വലിയ PK കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലുള്ള ആളുകളെ, നേരത്തെ K. സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായപ്പോൾ PK കൃഷ്ണദാസിനോട് ചേർന്ന ആളുകൾക്ക് അദ്ദേഹം വലിയ പ്രാധാന്യം നൽകി. K. സുരേന്ദ്രനെയും V. മുരളീധരനെയും അനുകൂലിക്കുന്ന ആളുകളെ പൂർണ്ണമായും രാജീവ് ചന്ദ്രശേഖരൻ വെട്ടിനിരത്തുകയാണെന്ന ആരോപണം പാർട്ടിയിലെ ഒരു വിഭാഗം തന്നെ ഉയർത്തുമ്പോഴാണ് അവർക്ക് വീണ് കിട്ടിയ ആയുധമായി ഈ ക്രൈസ്തവ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് അവരുടെ മുന്നിലേക്ക് എത്തുന്നത്. ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖരനും അദ്ദേഹത്തിന്റെ അനുയായികളും നടത്തിയ പ്രതികരണങ്ങൾ, അദ്ദേഹം തിടുക്കപ്പെട്ട് നടത്തിയ ഇടപെടലുകൾ, രാജീവ് ചന്ദ്രശേഖർ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ച ദിവസം ഛത്തീസ്ഗഡിലേക്ക് നേരിട്ടെത്തുകയാണ്. ഇത് അദ്ദേഹത്തെ അടിക്കാനുള്ള വടിയാക്കി ഈ K. സുരേന്ദ്രനും അതോടൊപ്പം രാജീവ് ചന്ദ്രശേഖരനെ എതിർക്കുന്ന വിഭാഗവും ഏറ്റെടുക്കുകയും അവർക്ക് സംഘപരിവാറിന്റെ ഒരു വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് RSSന്റെയും ഹിന്ദു ഐക്യവേദിയുടെയും BMSന്റെയും എല്ലാം വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് രാജീവ് ചന്ദ്രശേഖരന് മറ്റൊരു വഴിയുമില്ലാതെ സംഘപരിവാറിന്റെ കാൽക്കൽ വീഴുന്ന RSSന്റെ കാര്യാലയത്തിലേക്ക് നേരിട്ടെത്തി RSS നേതാക്കന്മാരുടെയും ഹിന്ദു ഐക്യവേദി നേതാക്കന്മാരുടെയും കാൽക്കൽ വീഴുന്ന അവസ്ഥയിലേക്ക് രാജീവ് ചന്ദ്രശേഖരന് വന്നു. കാരണം സംഘപരിവാർ സംഘടനകൾ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ എതിർത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ പിന്നെ ബി.ജെ.പി രാഷ്ട്രീയത്തിൽ നിലനിൽപ്പില്ല എന്ന് വളരെ വ്യക്തമായി അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ RSS നേതാക്കന്മാരുടെ കാൽക്കൽ വീഴാൻ അദ്ദേഹം നിർബന്ധിതനായത്. അതുമാത്രമല്ല,
ഇദ്ദേഹത്തിന് ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ആ ലക്ഷ്യങ്ങളൊന്നും, അതായത് രാജീവ് ചന്ദ്രശേഖരന്റെ ലക്ഷ്യങ്ങളൊന്നും കച്ചവട രാഷ്ട്രീയം അത് കേരളത്തിൽ നടപ്പാവില്ലെന്ന് BJP നേതൃത്വം ഇതിനകം തന്നെ RSS നേതൃത്വം ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. RSS ഒരു വര വരച്ചിട്ടുണ്ട്. ആ വരയ്ക്കപ്പുറം പോകാൻ ഇനി രാജീവ് ചന്ദ്രശേഖരന് കഴിയില്ല എന്ന കൃത്യമായ ബോധ്യം അദ്ദേഹത്തിന് വന്നു കഴിഞ്ഞു. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിൽ കാര്യാലയത്തിൽ പോയി RSS നേതാക്കന്മാരുടെ കാൽക്കൽ വീണ മാപ്പപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അനൂപ് ആന്റണിയും ഷോൺ ജോർജും അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സംഘടനയുടെ BJPയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇപ്പോഴും RSS തന്നെയാണ്. അതിന്റെ കടിഞ്ഞാൺ RSSന്റെ കയ്യിൽ തന്നെയാണെന്ന് RSS നേതാക്കന്മാർ കൃത്യമായി രാജീവ് ചന്ദ്രശേഖരനെ ബോധ്യപ്പെടുത്തി കൊടുത്തു. രാജീവ് ചന്ദ്രശേഖരൻ അത് ബോധ്യപ്പെടുത്തി കൊടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇന്നലെ കാര്യാലയത്തിൽ പോയി RSS നേതാക്കന്മാരെ കണ്ട് ചർച്ച നടത്തിയത്. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് കേരളത്തിലെ BJP ഏത് രൂപത്തിലാണ് പ്രതിരോധത്തിലാക്കിയത്? ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ്, അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഒഡീഷയിൽ കന്യാസ്ത്രീകൾക്കെതിരായ അല്ലെങ്കിൽ വൈദികർക്കെതിരായ ആക്രമണവും കേരളത്തിലെ BJPയെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് BJP നേതൃത്വത്തിന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ലക്ഷ്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 10 സീറ്റിൽ ജയിച്ച് കയറണമെന്നാണ്. കാരണം അദ്ദേഹം വലിയ പ്രതീക്ഷയാണ് ദേശീയ നേതൃത്വത്തിന് നൽകിയത്. അമിത്ഷാ തിരുവനന്തപുരത്തെ കാര്യാലയത്തിന്റെ ഉദ്ഘാടനത്തിന് വന്ന സമയത്തെല്ലാം അദ്ദേഹം പറഞ്ഞത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒരു വളരെ വലിയ ശക്തിയായി മാറുമെന്നാണ്. അത് പറയാൻ അദ്ദേഹത്തിന് പ്രചോദനമായത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കൊടുക്കുന്നു. അതിനനുസരിച്ചുള്ള ടീമിനെ രാജീവ് ചന്ദ്രശേഖർ വാർത്തെടുക്കുന്നു. പ്രത്യേകിച്ച് ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയാണ്, ക്രൈസ്തവ മതവിശ്വാസിയായ ജോർജ് കുര്യൻ കേന്ദ്ര സഹമന്ത്രിയാണ്. അതോടൊപ്പം തന്നെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള അനൂപ് ആന്റണി BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. 4 സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ അനൂപ് ആന്റണിയാണ്. ഷോൺ ജോർജ് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ഇത്തരത്തിൽ ക്രൈസ്തവ സഭയുമായി അല്ലെങ്കിൽ സഭകളുമായി നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിച്ചാൽ, ക്രൈസ്തവ സഭകളുമായി നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുത്താൽ അത് മധ്യ കേരളത്തിലടക്കം BJPക്ക് വലിയ മുന്നേറ്റം തീർക്കാൻ കഴിയുമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖർ പ്രതീക്ഷിച്ചത്. പ്രത്യേകിച്ച് അനൂപ് ആന്റണി തിരുവല്ലയിൽ മത്സരിക്കാനാണ് കുപ്പായം തയ്പ്പിച്ചു വെച്ചിരിക്കുന്നത്. തിരുവല്ലയിൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് വ്യക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ആലപ്പുഴ ജില്ലയിലെ ചില മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയെല്ലാം ക്രൈസ്തവ വിശ്വാസികളുടെ ഒരു വിഭാഗത്തിന്റെ വോട്ട് പരമ്പരാഗതമായി കോൺഗ്രസിനും അല്ലെങ്കിൽ CPM-നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകളിൽ ഒരു വിഭാഗം BJPക്ക് അനുകൂലമാക്കി മാറ്റിയാൽ അവിടെ ജയിച്ചു കയറാൻ കഴിയുമെന്ന പ്രതീക്ഷ രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റോടുകൂടി ആ പ്രതീക്ഷകൾ പൂർണ്ണമായും തകിടം മറിഞ്ഞു. ഈ രാജീവ് ചന്ദ്രശേഖർ മറ്റു BJP നേതാക്കന്മാരിൽ നിന്ന് വിഭിന്നമായി ഈ ചാർജ് ഏറ്റെടുത്തതിന് ശേഷം, BJP സംസ്ഥാന അധ്യക്ഷത്തിന്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം അരമനകളിൽ കൃത്യമായി കയറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇതിന് അദ്ദേഹത്തിന് പ്രചോദനമായത് ഞാൻ മനസ്സിലാക്കുന്നത്, തൃശ്ശൂരിൽ സുരേഷ് ഗോപി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. ആ തൃശ്ശൂരിൽ ജയിക്കുന്നതിന് മുമ്പ് സുരേഷ് ഗോപി ഇതേ അടവ് തന്നെയാണ് പറ്റിയത്. അദ്ദേഹം അവിടെയുള്ള മുഴുവൻ പള്ളിയിലച്ചന്മാരെ പോയി കാണുന്നു, മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കുന്നു. ക്രൈസ്തവ വിശ്വാസികളിൽ വലിയ വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള തൃശ്ശൂരിൽ എൻ ബ്ലോക്കായി കോൺഗ്രസിന് ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ലഭിച്ചു. സുരേഷ് ഗോപി അവിടെ VCI ജയിച്ചു കയറുകയും ചെയ്തു. ആ ഒരു ട്രിക്ക് രാജീവ് ചന്ദ്രശേഖർ പയറ്റാൻ ശ്രമിച്ചു. കാരണം തിരുവനന്തപുരത്ത് തീരദേശ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ ലത്തീൻ സഭയുടെ വോട്ടുകളെല്ലാം നിർണായകമായി മാറേണ്ടതാണ്. നേമം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ BJP വളരെ വിജയപ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ്. കഴക്കൂട്ടം മണ്ഡലം, ആറ്റിങ്ങൽ കഴക്കൂട്ടത്ത് ആറ്റിങ്ങലൊക്കെ BJP വലിയ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ ക്രൈസ്തവ വോട്ടുകൾ ലഭിക്കുകയാണെങ്കിൽ മധ്യ കേരളത്തിൽ അത് വലിയ തരത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും, അല്ലെങ്കിൽ മധ്യ കേരളത്തിൽ അത് BJPക്ക് ഗുണകരമാകുമെന്ന പ്രതീക്ഷയായിരുന്നു BJPക്കുള്ളത്. പക്ഷേ ഈ ക്രൈസ്തവ പുരോഹിതരുടെ, കന്യാസ്ത്രീകളുടെ അറസ്റ്റ്, ക്രൈസ്തവ പുരോഹിതർക്കെതിരായ അതിക്രമം എല്ലാം ഇത് ഉത്തരേന്ത്യയിൽ നിരന്തരമായി ഈ വാർത്ത പുറത്തു വരികയാണ്. ബജ്രംഗ് ദളും വിശ്വ ഹിന്ദു പരിഷത്തും എല്ലാം കന്യാസ്ത്രീകളെ ആക്രമിക്കുന്നു, കന്യാസ്ത്രീകളെ മർദ്ദിക്കുന്നു. ഈ വാർത്ത പുറത്തു വന്നതിന് മുതൽ രാജീവ് ചന്ദ്രശേഖർ വലിയ അങ്കലാപ്പിലാണ്. കാരണം അദ്ദേഹം ഉണ്ടാക്കി വെച്ചൊരു ഇമേജ് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഒരേ സമയം ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യാണ് BJP എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ മുഖം രക്ഷിക്കാൻ BJPക്ക് എന്തെങ്കിലും ചെയ്യണം. ആ മുഖം രക്ഷിക്കാൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ അറസ്റ്റ് ചെയ്ത വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഈ അനൂപ് ആന്റണിയെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഷോൺ ജോർജിനെയും ഇവർ ഛത്തീസ്ഗഡിലേക്ക് പറഞ്ഞയക്കുന്നു. മറുഭാഗത്ത് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ ഒരു ഭാഗത്ത് ടൂളായി ഉപയോഗിക്കുന്നു, ജോർജ് കുര്യനെ ഉപയോഗിക്കുന്നു. ഇവരെല്ലാം ഉപയോഗിച്ച് ഈ ക്രൈസ്തവ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സമൂഹത്തിനുണ്ടായ സങ്കടം മാറ്റാൻ, അല്ലെങ്കിൽ അവർക്കുണ്ടായ BJP ദേഷ്യം മാറ്റാൻ കഴിയുമെന്നൊരു പരീക്ഷണമാണ് ഈ രാജീവ് ചന്ദ്രശേഖർ നടത്തിയത്.
പക്ഷേ ആ പരീക്ഷണം പലയിടത്തും പാളുന്നു. ഒരേ സമയത്ത് ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ക്രൈസ്തവ പുരോഹിതർ സഭാ വ്യത്യാസമില്ലാതെ മുഴുവൻ സഭാ നേതാക്കന്മാരും ഒരു നിലപാടെടുക്കുന്നു. ചില പാംപ്ലാനിയെ പോലുള്ളവർ മറ്റൊരു ഉദാഹരണമായി രാജീവ് ചന്ദ്രശേഖരനെ BJP അനുകൂലിക്കുന്നുണ്ടെന്ന് മറ്റൊരു വസ്തുതയാണ്. പക്ഷേ ഭൂരിപക്ഷം ക്രൈസ്തവ സമൂഹവും അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികളും ക്രൈസ്തവ സഭാ പുരോഹിതന്മാരും BJPക്ക് എതിരായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലെ സാഹചര്യം. 2026 ഏപ്രിലോടുകൂടിയാണ് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ആ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാന BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല. ആ ഒരു ഘട്ടത്തിൽ BJPയുടെ വോട്ടുകൾ BJPക്ക് പരമ്പരാഗതമായി ലഭിക്കുന്ന ഹൈന്ദവ വോട്ടുകൾ കൊണ്ട് മാത്രം ഒരു മണ്ഡലത്തിലും BJPക്ക് ജയിച്ചു കയറാൻ കഴിയുന്ന സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ അത്ര പെട്ടെന്നൊന്നും BJPക്ക് ക്യാൻവാസ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലവിൽ കേരളത്തിലുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മധ്യ കേരളത്തിലെല്ലാം ക്രൈസ്തവ വോട്ടുകൾ പരമ്പരാഗതമായി കോൺഗ്രസിനാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കോൺഗ്രസ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകളിൽ ഏതെങ്കിലും തരത്തിൽ വിള്ളൽ സൃഷ്ടിച്ചാൽ മാത്രമേ BJPക്ക് ഇവിടെ ജയിച്ചു കയറാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ ഒരു പശ്ചാത്തലത്തിലാണ് സഭാ നേതൃത്വവുമായി ഒരു വലിയ ബന്ധം സ്ഥാപിക്കുക. ഈ വഖഫ് ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ടെല്ലാം BJP വലിയ സമരം ഏറ്റെടുത്തിരുന്നു. ഇതെല്ലാം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ BJPക്ക് ഉണ്ടാകുമ്പോഴാണ് ഉത്തരേന്ത്യയിൽ ബജ്രംഗ് ദളും വിശ്വ ഹിന്ദു പരിഷത്തും സംസ്ഥാന BJPയെ കേരളത്തിലെ BJP നേതൃത്വത്തെ ചതിക്കുന്നത്. ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റ്, അതിനുശേഷം വൈദികർക്കെതിരായ ആക്രമണം, നിരന്തരമായി ഉത്തരേന്ത്യയിൽ ഈ വിഷയങ്ങൾ ഉയരുകയാണ്. അത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് വലിയ പ്രതിഷേധമുണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രതിഷേധം ഏത് രൂപത്തിൽ തണുപ്പിക്കാൻ കഴിയുമെന്നാണ് BJP ഇപ്പോൾ ഒറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത് തണുപ്പിച്ചില്ലെങ്കിൽ ഈ ക്രൈസ്തവ വോട്ടുകൾ BJPക്ക് ലഭിക്കില്ല. ഈ ക്രൈസ്തവ വോട്ടുകൾ കൂടി ലഭിച്ചാൽ മാത്രമേ BJPക്ക് ഒരു 3-4 സീറ്റുകളിൽ ജയിച്ചു കയറാൻ കഴിയൂ. അത്തരം ജയിച്ചു കയറാൻ കഴിയുന്ന ഒരു സാഹചര്യം വേണമെങ്കിൽ ഈ ക്രൈസ്തവരെ പിണക്കാൻ കഴിയില്ല. കാരണം തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുന്നത് കൃത്യമായി ക്രൈസ്തവ വോട്ടുകൾ, കോൺഗ്രസിന് പരമ്പരാഗതമായി ലഭിച്ചുകൊണ്ടിരുന്ന ക്രൈസ്തവ വോട്ടുകൾ BJPക്കും താമര ചിഹ്നത്തിനും പോയത് കൊണ്ടാണ്. ആ ഒരു സ്ട്രാറ്റജി കേരളത്തിൽ നിലനിർത്താനാണ് നിലവിൽ രാജീവ് ചന്ദ്രശേഖരൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അരമനകളിൽ കയറി ക്രൈസ്തവ പുരോഹിതരുടെ കാൽക്കൽ വീഴുന്നത്. പക്ഷേ ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റും ഈ ക്രൈസ്തവർക്കെതിരായ അതിക്രമവുമെല്ലാം അത് വലിയ രൂപത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനി എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു നിലപാട്? RSSും അതോടൊപ്പം സംഘപരിവാർ സംഘടനകളും BJP സംസ്ഥാന അധ്യക്ഷന്റെ ഈ നിലപാടിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. BJP കൂടി പിടിമുറുക്കുന്നതോടെ ഏത് രൂപത്തിലായിരിക്കും ഇനി രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയങ്ങളെല്ലാം പ്രതികരിക്കുക, അല്ലെങ്കിൽ ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഏത് തരത്തിലായിരിക്കുമെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്.